വൈഫിന്റെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാ ഞാൻ താങ്കളെ വിളിച്ചത്. എന്റെ വൈഫോ? അല്ല, അതിന് സമൃദ്ധി എന്ത് ചെയ്തു? എന്റെ മകൾക്ക് സ്കൂളിൽ വെച്ച് ഒരു ആക്സിഡന്റ് പറ്റി. വളരെ റെയറായ ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് മോളുടേത്, AB പോസിറ്റീവ്. ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ മോക്ക് ബ്ലഡ് നൽകിയത് താങ്കളുടെ വൈഫാ. ഓഹോ, ഇല്ല, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. വൈഫ് അടുത്തുണ്ടോ? ഇല്ല, ഞാൻ പുറത്താണ്. വൈഫിനോട് എന്റെ ഒരു താങ്ക്സ് പറയണം. നാളെ ഞാൻ നേരിട്ട് വന്ന് താങ്ക്സ് പറഞ്ഞോളാം. ഓ ഗ്രേറ്റ്, യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, താങ്ക് യു. ഹലോ, എന്താ ഗൂഗിൾ? സമൃദ്ധി ഇന്ന് പുറത്തെങ്ങാനും പോയിരുന്നു? എനിക്കറിയില്ല. എന്താ, എന്തു പറ്റി? ഏയ് ഇല്ല, ഒന്നുമില്ല. എന്താ ഇത്? എന്തിനാ ഇതൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നേ? അത് പിന്നെ അലമാരിയിൽ ഈ ഫയലിരിക്കുന്ന കണ്ടപ്പോ വെറുതെ ഒരു കൗതുകത്തിനെടുത്ത് നോക്കിയതാ. ഹലോ ശിശിരേ. രാജീവേട്ടൻ തിരക്കിലാണോ? തിരക്കുണ്ട്. എന്താ പ്രശ്നം? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ ഡ്യൂട്ടിയിലാണ്, അത് കഴിയട്ടെ. അയ്യടാ, ഒരു പുന്നാരം. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എടുത്ത് നോക്കുന്നെന്ന് ചോദിച്ചപ്പോ അവൾ ആകെ ഒന്ന് പരിഭ്രമിച്ചു. വെപ്രാളത്തോടെ അതെല്ലാം എടുത്ത് അലമാരെ കൊണ്ട് തിരിച്ചു വെക്കുകയും ചെയ്തു. നീ പറയുന്ന സത്യമാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവളുടെ സ്വന്തം പേരും നാടും പഴയ ഓർമ്മകളും അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതിനും മറുപടി പറയേണ്ടി വരും. ചിലപ്പോ നിന്റെ ചേട്ടൻ വക്കീലും നീയും അമ്മയെല്ലാം ജയിലിൽ കിടക്കേണ്ടി വരും. അതെന്തിനാ ഞങ്ങള് ജയിലിൽ പോയി കിടക്കുന്നേ? താൻ വിചാരിക്കുന്ന പോലല്ല, ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. യഥാർത്ഥ വിവരം മറച്ചുവെച്ച് അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട ഒരാളെ മറ്റൊരാളായി ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് BNS 318, 322 എന്നിവ പ്രകാരം കുറ്റകരമാണ്. ഇനി ആ വീട്ടിൽ ഒരാൾ തന്നെയാണ് ആക്സിഡന്റ് വരുത്തിയെങ്കിൽ സെക്ഷൻ 108 കൂടി വരും. അതുമാത്രമല്ല, അവളുടെ യഥാർത്ഥ കുടുംബത്തെ കണ്ടെത്താൻ പോലും അനുവദിക്കാതെ വർഷങ്ങളോളം തടവിൽ വച്ചു എന്നൊരു കുറ്റവും കൂടി ചേർക്കേണ്ടി വരും. സെക്ഷൻ 140, 141, 143. മനസ്സിലായോ? ഇതെല്ലാം കൂടി പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്ന എന്തിനാ? ഞാൻ പേടിപ്പിച്ചല്ല, സത്യം പറഞ്ഞതാണ്. ഓർമ്മ നഷ്ടപ്പെട്ട ഒരാളെ അവളുടെ യഥാർത്ഥ കുടുംബത്തെ മറച്ചുവെച്ച് മരിച്ച മകളെന്ന വ്യാജേന വീട്ടിൽ താമസിപ്പിക്കുന്നത് പൂർണ്ണമായി ക്രിമിനൽ കുറ്റമാണ്. 10 വർഷം വരെ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രാജീവേട്ടനും ഞങ്ങളുടെ കൂടെ തടവ് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കേണ്ടി വരും. ഇവിടെ മറ്റാർക്കും ഇതുവരെ ഒരു സംശയവും തോന്നിയിട്ടില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും, അത് പറ. തൽക്കാലം നീയൊന്നും ചെയ്യണ്ട. എന്ന് പറഞ്ഞ ഇപ്പൊ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. മനസ്സിലായോ? താൻ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. കൃത്യമായിട്ട് അവരെ നിരീക്ഷിക്കുക. ഇപ്പൊ തോന്നിയ സംശയം ശരിയാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം
ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ മതി. അതുവരെ അവരോടുള്ള തന്റെ പെരുമാറ്റത്തിൽ അവർക്ക് ഒരു സംശയവും തോന്നരുത്. ദേ, നമുക്ക് പിടിച്ചേറാനുള്ള ഒരേ ഒരു പിടിവള്ളിയാണ് അവര്. ഓർമ്മ വേണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അവരറിയാതെ അവരുടെ മുകളിൽ എപ്പോഴും നിന്റെ 2 കണ്ണുകൾ ഉണ്ടാവണം. മേലിത് ആവർത്തിക്കരുത്. ഇല്ല മാഡം, സത്യമായിട്ട് മാഡത്തിന്റെ റൂമിൽ കയറിയിട്ടില്ല. എന്നെ വിശ്വസിക്കും മാഡം, ഞാൻ പറയുന്നത് സത്യം. പിന്നെ എന്റെ അലമാര മേശയ്ക്ക് ആരെ തുറന്ന് പരിശോധിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല മാഡം. നീ അറിയാതെ പിന്നെ എങ്ങനെയാ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? അലമാരയിൽ ഇരുന്ന ഈ കടലാസ് എങ്ങനെ താഴെ വീണു? ഇല്ല മാഡം, ഇതിനകത്ത് വേറെ ആരും കയറിയിട്ടില്ല. ഈ വീട്ടിലുള്ളവരല്ലാതെ പുറത്തുനിന്ന് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? എനിക്കറിയില്ല മാഡം. പക്ഷെ മോൾക്ക് അപകടം പറ്റിയെന്നറിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഡോർ ലോക്ക് ചെയ്യാൻ മറന്നുപോയി. ആ സമയത്ത് ഇവിടെ ആരെങ്കിലും വന്നോന്ന് എനിക്കറിയില്ല മാഡം. വേഗം CCTV ചെക്ക്. എനിക്കറിയണം ആരാ ഇവിടെ വന്നേന്ന്. വേഗം. ആ ശ്ശോ. അയ്യോ, കാണുന്നില്ലല്ലോ. കണ്ടുപിടിച്ചോ ആരാ വന്നേന്ന്? സോറി മാഡം, നമ്മുടെ CCTV കംപ്ലൈന്റ് ആണ്. Shut up. നിന്നെയൊക്കെ പിന്നെ എന്തിനു കൊള്ളാം, ഇഡിയറ്റ്.